അപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ഗ്രീൻ ഒയാസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ നമ്മുടെ വൺ ഓഫ് ദ പ്രീമിയം ക്ലയൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഒയാസിസിൻ്റെ പ്രൊഡക്ഷനാണ്. ഒരുപാട് പാക്കേജുകൾ എല്ലാ മാസം അവർ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ആളുകളെ യൂറോപ്പിലും US-ലും മറ്റുള്ള കൺട്രീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോ ഇത് അവർക്ക് അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സ്കെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് പബ്ലിക്കിലേക്ക് മാർക്കറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഫൈസ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡായിട്ടുള്ള ഫൈസയുടെ ഒരു ചെറിയൊരു തോട്ട്. നമുക്കിതിന് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഇതിൽ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടിയിരുന്നത് ഇവരുടെ ഒരു ബ്രാൻഡ് നെയിം അതിലേക്ക് നമ്മൾ പോപ്പുലറൈസ് ചെയ്യണം. അതേപോലെ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്കാണ് ഇവരെ പൊസിഷൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു ചലഞ്ച് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു ടീമിനെ സ്റ്റഡി ചെയ്ത് എന്താണ് ഈ ഒരു ബ്രാൻഡിന്റെ നീഡ്, ദിനേശസ് സംസാരിക്കേണ്ടത് ആരോടാണ്, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. സോ അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അത്യാവശ്യം കാസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പോൾ ഹരിതയും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആവേശം മൂവിയിലുള്ള നീരജ മേഡത്തിനെയും പിന്നെ ഹാഫിസ് ത്രിക്കൺ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം ഇവർ 3 പേരൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസീമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഗ്രീൻ ഒയാസിസ് വഴി എങ്ങോട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് കാണാം.